ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് അവൻ ചുറ്റി നടക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കൊരു പ്രതിയോഗിയുണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. ദൈവവചനത്തിൽ പറയുന്നു, നാം എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥനയിൽ പോരാടണം. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? ഏറ്റവും ജാഗ്രതയോടെ ആയിരിക്കണം. തീത്തോസ് എഴുതിയ ലേഖനം 2 പറയുന്നു, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകലത്തിലും. നാം എന്ത് ചെയ്യണം? വിരോധി നമ്മളെ കൊണ്ട് ഒന്നും തിന്മയായി പറയാൻ വകയില്ലാതെ അവൻ ലജ്ജിക്കണം. വിരോധി എന്ന് പറയുന്നത് പിശാച്. പിശാചിൻ്റെ വേറൊരു പേരാണ് അപവാദി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ ഫോഷ്കിൻ്റെ അപ്പനാണെന്ന്. അപ്പോൾ വിരോധി നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറ്റം വിധിക്കാനായിട്ട്. അന്നേരം ടൈറ്റസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നമ്മെ തന്നെ എന്ത് ചെയ്യണം? സകല സൽപ്രവൃത്തിയിലും നാം ജാഗരൂകരായിരിക്കണം. ഈ നാളുകളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടുന്നവരായി ഏത് സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ബുദ്ധിയുള്ള കന്യകമാർ അവരെങ്ങനെയായിരുന്നു? 10 പേരുണ്ടായിരുന്നു കന്യകമാർ. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? അവർ വിളക്കോടുകൂടെ എണ്ണയും കരുതി. അതുപോലെ നാമും എന്ത് ചെയ്യണം? ആ വിളക്കോടുകൂടെ എണ്ണയും കരുതിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഏത് നിമിഷവും ആത്മാവിൽ പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെയും ഏൽപ്പിക്കാം. അതിനായി ഏവർക്കും ഒരുങ്ങാം.